എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ RRB PO ആൻഡ് ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു അല്ലേ? എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചോ നിങ്ങൾ? എല്ലാവരും അത് വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണ്ടേ അല്ലേ? നമുക്ക് രണ്ട് പോസ്റ്റിലേക്ക് അയക്കാം, RRB PO ആൻഡ് RRB ക്ലർക്ക്. ഈ രണ്ടിലും നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ കരുതേണ്ടത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ RRB POയുടെയും RRB ക്ലർക്കിന്റെയും ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് നടക്കുന്നു? നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിന്റെ ക്ലാസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കംപ്ലീറ്റ് മെയിൻ സിലബസ് അതിൽ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, റീസണിങ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി പ്രാക്ടീസ് പേപ്പറും അതേ കൂടാതെ സെക്ഷണൽ ടെസ്റ്റും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും മെയിൻസിന്റെ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുക ജസ്റ്റ് 4999 ആണ്. സോ വേഗത്തിൽ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞങ്ങളുടെ ബേസ് സ്ട്രോങ് അല്ലെങ്കിലോ? നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന നമ്മുടെ അച്ചീവേഴ്സ് ബാച്ചിലാണ്. നമ്മുടെ ക്ലാസ്സസ് ഓൾറെഡി മെയ് 29 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എങ്കിലും സാരമില്ല, അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് ആ റെക്കോർഡഡ് സെഷൻസ് കണ്ടെത്താൻ അല്ലെങ്കിൽ കണ്ടു പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അച്ചീവേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, റീസണിംഗ് വിത്ത് അഞ്ജു. നിങ്ങൾ സ്പേസ് ഒന്നും ഇല്ലാതെ റീസണിംഗ് വിത്ത് അഞ്ജു എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. അതിൽ റീസണിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് എക്സാമിന് റീസണിങ്ങിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമുക്ക് ഡെയിലി നിങ്ങൾക്ക് ഏതൊക്കെ എക്സാംസിന് നോട്ടിഫിക്കേഷൻസ് വരും എല്ലാം നമ്മൾ ആ ഗ്രൂപ്പിലൂടെ പറയുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിലും നമുക്കിനി നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നോക്കാം. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫോം അയക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ ഫോട്ടോഗ്രാഫ്, നമ്മളുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അവർ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കളർ ഫോട്ടോയാണ് നമുക്ക് വേണ്ടത്. അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാം. അപ്പം മാക്സിമം നിങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് സൈസ് ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതുക. ഓക്കെ, അതുകൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചർ, ദെൻ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഇതെന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത്: ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് ഫോട്ടോ? ഫോട്ടോ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ കളർ ഫോട്ടോഗ്രാഫ് ആണ് നമുക്ക് വേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. അതിന്റെ സൈസ് 4.5 സെന്റിമീറ്റർ ടു 3.5 സെന്റിമീറ്റർ ആണ്. അത് പിക്സലിൽ പറയുകയാണെങ്കിൽ 200x230 പിക്സലിലായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഈ സൈസ് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അപ്ലോഡ് ആകില്ല. സോ ഇതേ സൈസിൽ തന്നെ നേരത്തെ നിങ്ങൾ ചെയ്തു വെച്ചാൽ നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് വേഗത്തിൽ ചെയ്ത് തീർക്കാം. നിങ്ങളുടെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ സിഗ്നേച്ചറിന്റെ കാര്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് കൊണ്ടായിരിക്കണം ഇടേണ്ടത്. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യാൻ. അത് വേണം നിങ്ങൾ സ്കാൻ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻ എങ്ങനെ ആയിരിക്കണം? 140x60 പിക്സൽസിലാണെങ്കിൽ 140x60 ആയിരിക്കണം നമ്മളുടെ സൈസ്. അതേപോലെ ടോട്ടൽ KB എന്ന് പറയുന്നത് 10 KB-ക്കും 20 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, ഇനി എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇടരുത്. ഓക്കെ, ഇപ്പൊ എൻ്റെ പേര് അഞ്ജു, അപ്പോൾ ഉടനെ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കരുത് സൈൻ ചെയ്യുന്നത്. നമ്മൾ ആരും ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കില്ല, പക്ഷെ അതൊന്നും കൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ക്യാപിറ്റൽ ലെറ്ററിലല്ല നമ്മൾ സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം ഏത് ഫോമാറ്റിലായിരിക്കണം? നമ്മുടെ JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റിലായിരിക്കണം. ഈ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒക്കെ സൈസ് ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് അപ്ലോഡ് ആകില്ല. ഓക്കെ, സോ ഫോട്ടോയുടെയും സിഗ്നേച്ചറിന്റെയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനിയും
അടുത്തത് നമ്മളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, നമ്മളുടെ ഇടത് കൈയിലെ തമ്പിന്റെ ഇംപ്രഷൻ. അത് നിങ്ങൾക്ക് ബ്ലാക്കോ ബ്ലൂവോ യൂസ് ചെയ്യാം. ഓക്കെ, കഴിവതും ബ്ലാക്ക് യൂസ് ചെയ്യുക. അതും JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റിലായിരിക്കണം. സൈസ് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സെന്റിമീറ്ററിലാണെങ്കിൽ 3 സെന്റിമീറ്റർ ഇൻറ്റു 3 സെന്റിമീറ്റർ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് റേഷ്യോ ആണ് ആ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻസ് പിക്സലിലാണ് എന്നുണ്ടെങ്കിൽ 240 ഇൻറ്റു 240 ആയിരിക്കണം. നിങ്ങൾക്ക് തനിയെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം പെയിന്റിലിട്ട് നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിക്സലിലാണെങ്കിൽ പിക്സലിൽ, അല്ലെങ്കിൽ സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ. ഇതിന്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് എന്താകത്തുള്ളൂ, അപ്ലോഡ് ആകത്തുള്ളൂ. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം കൈകൊണ്ട് എഴുതിയ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താ നമ്മൾ അതിൽ എഴുതേണ്ടത്, നമ്മൾ എന്താണ് എഴുതേണ്ടത് എന്നുള്ളതാണ് ദേ ഇവിടെ കാണിച്ചേക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മളുടെ പേര്, ഇപ്പം ഞാനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് വേണം ഇവിടെ എഴുതാൻ. ഓക്കെ, അഞ്ജു ആർ, അതായത് നമ്മളുടെ സ്വന്തം പേര്, ആരാണോ അപ്ലൈ ചെയ്യുന്നത് ആളുടെ പേര് എഴുതുക. hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല. നിങ്ങളുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റ് മീൻസ് നിങ്ങളുടെ റണ്ണിങ് ലെറ്റേഴ്സിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എഴുതാനായിട്ട്. ഓക്കെ, ഇതൊരു വൈറ്റ് പേപ്പറിൽ എഴുതുക. അത് എഴുതുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് വേണം വൈറ്റ് പേപ്പറിൽ എഴുതാൻ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അവരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെയും സൈസ് എങ്ങനെ തന്നെ ആയിരിക്കണം, 800 and 400 പിക്സൽസിലായിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റിലായിരിക്കണം. നമ്മൾ ഈ പറഞ്ഞതെല്ലാം എന്താണ്, JPG ഫോമാറ്റിലായിരിക്കണം. ഓക്കെ, സെന്റിമീറ്ററിലാണെങ്കിൽ 10 സെന്റിമീറ്റർ ഇൻറ്റു 5 സെന്റിമീറ്റർ ആയിരിക്കും. ടോട്ടൽ സൈസ് 50 KB-ക്കും 100 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, ഇനി ഇത് എന്തിലാ വരാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതി വെക്കണം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അയക്കാനായിട്ട് നമ്മൾ IBPSന്റെ സൈറ്റിലേക്ക് പോകുക. www.ibps.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ IBPSന്റെ സൈറ്റ് കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് CRP RRBs എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും ടോപ്പിലുള്ള CRP റീജിയണൽ റൂറൽ ബാങ്ക് 13 ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത്. നമുക്ക് 2 പോസ്റ്റിലേക്കും അയക്കാം. അപ്ലൈ ഓൺലൈൻ ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ്, അത് നമ്മുടെ ക്ലർക്ക് പോസ്റ്റ് ആണ്. അതിന് താഴെ അപ്ലൈ ഓൺലൈൻ ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1, 2 and 3. ഇത് രണ്ടിലേക്കും ഒരാൾക്ക് അയക്കാവുന്നതാണ്. രണ്ടും ഒരേ പ്രോസസ്സ് തന്നെയാണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ PO അയക്കുമ്പോൾ ഓഫീസർ സ്കെയിൽ 1 എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി സ്കെയിൽ 1നും 2നും 3ക്കും ഒരാൾക്ക് അയക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഒന്നെങ്കിൽ ഓഫീസർ സ്കെയിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3. ഓക്കെ, ഒരാൾക്ക് തന്നെ ക്ലർക്ക് പോസ്റ്റിനും PO പോസ്റ്റിനും അയക്കാവുന്നതാണ്. പോസ്റ്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ അതിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഓഫീസർ സ്കെയിൽ 1 എടുക്കാം. ഓക്കെ, ഇവിടെ വേണ്ട നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 27/6/2024 നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ആദ്യം നമ്മളുടെ ബേസിക് ഇൻഫോയാണ്, നമ്മളുടെ പേരൊക്കെ തെറ്റാതെ കൊടുക്കുക. നമ്മളുടെ SLCയിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ തെറ്റാതെ കൊടുക്കുക. ഫസ്റ്റ് നെയിം അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേരാണ് കൊടുക്കുന്നത്. എനിക്ക് മിഡിൽ നെയിം ഇല്ല, അഞ്ജു ആർ എന്നാണ്. സോ മിഡിൽ നെയിം ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സതീഷ് കുമാർ M ആണെങ്കിൽ സതീഷ് എന്നുള്ളത് ഫസ്റ്റ് നെയിം, കുമാർ എന്നുള്ളത് മിഡിൽ നെയിം, ആർ എന്നുള്ളത് ലാസ്റ്റ് നെയിം. അതില്ലാത്തവരെ കൊടുക്കണ്ട, ലാസ്റ്റ് ആർ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഫോൺ നമ്പറും ഇമെയിൽ IDയും തെറ്റാതെ കൊടുക്കുക. നമ്മുടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെ കൊടുക്കുക, ഫോൺ നമ്പർ തന്നെ കൊടുക്കുക. അത് കൺഫേം ചെയ്ത് കൊടുക്കുക. ഇത് 2 തവണ ചോദിക്കുന്നത് നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കണ്ട. ഇനി നമ്മളുടെ മെയിൽ ID, ഇപ്പം മെയിൽ ID നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഡൊമൈൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. അത് ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ, അല്ലെങ്കിൽ യാഹു ആണെങ്കിൽ യാഹു, അതേതാണെങ്കിലും കൊടുക്കാം. ഓക്കെ, താഴെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ പക്ഷെ നമ്മൾ മുഴുവൻ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, അത് ശ്രദ്ധിച്ചു ചെയ്യാം.
ഓക്കെ, അത് തെറ്റാതെ കൊടുക്കുക. ലാസ്റ്റ് നമുക്കൊരു ക്യാപ്ച ഫില്ല് ചെയ്യണം. അത് നമ്മളൊരു റോബോട്ട് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തെറ്റാതെ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ കൊടുത്തതൊക്കെ കറക്റ്റ് ആണെങ്കിൽ വേണ്ട, ഇവിടെ നോക്കിക്കേ, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് പ്രശ്നം വന്നത്. ഓക്കെ, നമ്മൾ കൊടുത്തതിനകത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ ഇതേപോലെ കാണിക്കും. നോക്കിക്കേ, അതിപ്പോ കാണിക്കുന്നില്ല. ആർ യു ഷുവർ ഡീറ്റെയിൽസ് എന്റേഡ് ആർ കറക്റ്റ്. നമ്മൾ കൊടുത്തതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും എഡിറ്റിന് പറ്റത്തില്ല. നമ്മുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിലും ഒന്നും വീണ്ടും നമുക്ക് റീ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ നിന്നുള്ള വ്യത്യാസം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഇതൊന്ന് ചൂസ് ചെയ്ത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ സൈസിലാക്കി നമ്മൾ ഫോട്ടോ സ്കാൻ ചെയ്ത് വെച്ചേക്കണം. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെയാണ് ചെയ്തത്. ഇതുകൊണ്ട് മാത്രം തീർന്നില്ല. ഇപ്പം ഞാൻ ആ പറഞ്ഞ സൈസിൽ പിക്സലാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് അതേപോലെ തന്നെ അപ്ലോഡായി. ഇപ്രാവശ്യം അത് മാത്രമല്ല, ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എങ്ങനെയാണോ ആപ്ലിക്കേഷൻ ഫോം അയക്കാനിരിക്കുന്നത് ആ സമയത്തുള്ള ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ വെബ് ക്യാമറ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമ്മുടെ ഫോൺ വഴിയും നമുക്ക് എന്ത് ചെയ്യാം, QR കോഡ് സ്കാൻ ചെയ്തും ചെയ്യാം. ഞാനിപ്പോൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതൊന്ന് ചെയ്യാം. നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് IBPSന്റെ സൈറ്റിലേക്ക് പോകും. അവിടുന്ന് നമുക്ക് ക്യാപ്ചർ ഫോട്ടോ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യായിരുന്നു, അതാണ് സംസാരിക്കാതിരുന്നത്. ഇതിപ്പോൾ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് ഇവിടെ അത് അപ്ലോഡ് ആകും. നിങ്ങൾക്കത് കാണാൻ പറ്റും. വേണ്ട, ഇപ്പൊ ഞാൻ എടുത്ത ഫോട്ടോയാണ്, ക്യാപ്ചർ ചെയ്തെടുത്ത ഫോട്ടോയാണ് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ആയേക്കുന്നത്. ഓക്കെ, ഇതേപോലെ ചെയ്താൽ മതി. വലിയ പാടുള്ള കാര്യമൊന്നും അല്ല. അത് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുക, ഐ കൺഫേം കൊടുക്കുക. അതേപോലെ തന്നെ സിഗ്നേച്ചറും ഇതെല്ലാം നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വേഗത്തിൽ അപ്ലോഡ് ചെയ്യാം. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനിയും അത് തന്നെ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്. രണ്ടും നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ നമ്മളുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഒരു ഡയലോഗ് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റിലേക്ക് പോകുക. ഓക്കെ, ഇനി നമ്മളുടെ പോസ്റ്റും കാറ്റഗറി. അപ്പൊ നമ്മൾ ക്ലർക്ക് ആകുമ്പോൾ ഇതേപോലെ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണില്ല. അത് മാത്രമാണ് ക്ലർക്കിന് അയക്കുമ്പോൾ ഉള്ള വ്യത്യാസം. ഇവിടെ ആകുമ്പോൾ നമ്മൾ PO ആണ് എന്നുണ്ടെങ്കിൽ ഓഫീസർ സ്കെയിൽ 1 കൊടുക്കുക, അല്ലെങ്കിൽ 2 ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ നമ്മൾ സാധാരണ ഏതാ, ഓഫീസർ സ്കെയിൽ 1 ആയിരിക്കും കൊടുക്കുക. PO ആകുമ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് എന്നുള്ള ഒരു കോളം കാണില്ല. അത് മാത്രമാണ് വ്യത്യാസം. ഓക്കെ, ഇനി നമ്മുടെ കാറ്റഗറി ഏതാണ്, നമ്മുടെ ജനറൽ ആണോ OBC ആണോ എന്നുള്ളത് കൊടുക്കുക. ജനറൽ ആണെങ്കിൽ ജനറൽ, അല്ലെങ്കിൽ OBC ആണെങ്കിൽ OBC. ഇപ്പോൾ OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ അയക്കുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരും. അതുകൊണ്ട് അതൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചോളുക എല്ലാവരും. ഇപ്പൊ SC ST ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, EWS ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ എന്തായാലും ജനറൽ വെച്ചിട്ട് മുന്നോട്ട് പോവാം. ഇനി താഴോട്ട് നോക്കിക്കേ, ആർ യു എ പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസേബിലിറ്റി ഓഫ് 40%? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. യെസ് ആണെങ്കിൽ അതിന് താഴോട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ടൈപ്പ് ഓഫ് ഡിസേബിലിറ്റി അല്ലെങ്കിൽ സബ് ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കുക, നോ എന്ന് കൊടുത്ത് താഴേക്ക് വരിക. ഇതെല്ലാം നമുക്ക് ഡിസേബിൾ ആയിട്ട് കിടക്കുന്നത് നമ്മൾ അവിടെ നോ കൊടുത്തത് കൊണ്ടാണ്. ഓക്കെ, ആർ യു എ പേഴ്സൺ വിത്ത് സ്പെസിഫൈഡ് കവേർഡ് അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് സെക്ഷൻ 2? അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാം. ഇനി ആർ യു എ ചൈൽഡ് ഓർ ഫാമിലി മെമ്പർ ഓഫ് ദോസ് ഹു ഡൈഡ് ഇൻ 1984 ആയിട്ട് അതിൽ നിങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഇനി നമ്മളുടെ റിലീജിയൻ ഏതാണെന്നുള്ളത് കൊടുക്കുക. ഇപ്പൊ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, ഏതാണോ അത് കൊടുക്കുക. നമ്മൾ ഡു യു ബിലോങ് ടു റിലീജിയസ് മൈനോറിറ്റി, നമ്മൾ മൈനോറിറ്റിയിൽ പെടുന്ന ആളാണോ, ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ആർ യു ആൻ എക്സ് സർവീസ് മാൻ ആണ് ഇത് അയക്കുന്നതെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, എക്സ് സർവീസ് മാൻ കൂടുതലും ക്ലർക്ക് ആയിരിക്കും. യെസ് എന്നാണെങ്കിൽ ക്ലർക്കിന് ആപ്ലിക്കേഷൻ അയക്കുന്നവരുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം അവർ ചോദിച്ചിരിക്കുന്ന എത്ര പീരീഡ് ഉണ്ട്, എത്ര നാളായിരുന്നു നിങ്ങളുടെ സർവീസ് പീരീഡ്, അതൊക്കെ തെറ്റാതെ തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ സിറ്റിസൺഷിപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ എങ്കിൽ ഇന്ത്യ ആണല്ലോ നമ്മുടെ അല്ലെ, നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക. ഇനിയും അതേപോലെ തന്നെ ഹാവ് യു അപ്പിയർഡ് ഫോർ ദി CWD
CRP earlier നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടോ, അതിന് നിങ്ങൾ ടെൻസ്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. എത്ര അറ്റംപ്റ്റ് വന്നു, അയ്യോ ഞാൻ കഴിഞ്ഞ 2 വർഷം എഴുതിയല്ലോ, അങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട. ഇവിടെ അറ്റംപ്റ്റിനൊന്നും പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നേരത്തെ ഒരു തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ചെയ്യുക. ഏതാണ് എഴുതിയതെന്ന് ഓർക്കുക. തൊട്ട് കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി ഏത് സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ കേരള ആണെങ്കിൽ കേരള, തമിഴ്നാട് ആണെങ്കിൽ തമിഴ്നാട്, കർണാടക ആണെങ്കിൽ കർണാടക, ഏതാണോ അത് തന്നെ കൊടുക്കാം. ഓക്കെ, ഏത് സ്റ്റേറ്റ് ആണോ കൊടുക്കുന്നത് അവിടെ മാത്രമേ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതാൻ പറ്റൂ. ഞാൻ കേരള കൊടുത്തത് കൊണ്ടാണ് എനിക്ക് സെന്റർ വേണ്ട കേരളത്തിലെ ഡിസ്ട്രിക്റ്റ് മാത്രം കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെ മെയിൻസിന്റെ എക്സാമും എനിക്ക് കേരളത്തിലെ ഡിസ്ട്രിക്റ്റിൽ മാത്രമേ എഴുതാൻ പറ്റൂ. നോക്കിക്കേ, കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം. ഓക്കെ, ഇനി ഐ ഇന്റൻഡ് ടു ബ്രിങ് ദി ഫോളോയിങ് ID വെൻ അപ്പിയറിംഗ് ഫോർ ദി എക്സാമിനേഷൻ. അതായത് ഞാൻ കൊണ്ടുവരുന്നത് ഏതാണ്, എക്സാമിനേഷന് പോകുമ്പോൾ ഞാൻ ഏത് ID പ്രൂഫാണ് കൊണ്ടുവരുന്നത് അതാണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ID പ്രൂഫിന്റെ ഏതാണോ, ഇപ്പൊ പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ്, ഇപ്പൊ ആധാർ ആണെങ്കിൽ ആധാർ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഏതാണെന്ന് കൊടുക്കാം. അതിന്റെ നമ്പർ ഇവിടെ കൊടുക്കുക. ഓക്കെ, അത് തെറ്റാതെ കൊടുക്കാം മാക്സിമം. ഓക്കെ, ഇനി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് ഇത് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകും. കാരണം അവർ ഓൾറെഡി നോട്ടിഫിക്കേഷനകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഡേറ്റ്സിനുള്ളിലുള്ളവർക്കാണ് അയക്കാൻ പറ്റുന്നതെന്ന്. ഇനി നമ്മുടെ ജെൻഡർ മെയിലോ ഫീമെയിൽ ആണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണോ ഏതാണോ അത് കൊടുക്കുക. നമ്മുടെ ആധാർ കാർഡ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, പാൻ കാർഡ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, അതൊന്നും മാൻഡേറ്ററി അല്ല. സോ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഡു യു ഹാവ് ട്വിൻ ബ്രദർ ഓർ സിസ്റ്റർ? നിങ്ങൾക്ക് ഒരു ട്വിൻ ബ്രദറോ സിസ്റ്ററോ ഉണ്ടോ? അതായത് നിങ്ങളെ പോലെ ഇരിക്കുന്ന ഒരാളുണ്ടോ, എക്സാമിന് നിങ്ങളെ പോലെ ഒരാൾ വന്ന് എഴുതുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചേക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങൾ മാരീഡ് ആണോ അല്ലെങ്കിൽ അൺമാരീഡ് ആണോ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പേര് തെറ്റാതെ കൊടുക്കുക. ഓക്കെ, അമ്മയുടെ പേരും തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ് അതെന്താണോ അത് ഏതാണോ നിങ്ങളുടെ ID അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ നോക്കി തെറ്റാതെ കൊടുക്കുക. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അതേപോലെ തന്നെ നോക്കി തെറ്റാതെ കൊടുക്കുക. നിങ്ങളുടെ പിൻകോഡ്. ഇനി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കറസ്പോണ്ടന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ ഏതാ ചൂസ് ദി അഡ്രസ് ഫോർ GST. ഇപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ ഏത് കൊടുത്താലും ഒരു ഇഷ്യൂ ഇല്ല, അല്ലെങ്കിലും നോ ഇഷ്യൂ, ഇത് ഏത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ അടുത്തതിലേക്ക് പോകുമ്പോൾ വാലിഡേറ്റ് ചെയ്തപ്പോൾ എവിടെയോ ഒരു എറർ കാണിച്ചു, അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കൊടുത്തു വന്നതിൽ ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒരു ആധാർ നമ്പർ കൊടുത്തതാണ്, അപ്പൊ അത് കൂടി വന്നതാണ്, എണ്ണം കൂടി വന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വാലിഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അറിയാൻ പറ്റും. വേറെ എന്തോ ഒരു മിസ്റ്റേക്ക് കൂടെ കാണിക്കുന്നുണ്ട്, അപ്പൊ അത് നോക്കുക. ഓക്കെ, വേണ്ട ഇവിടെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, ശ്രദ്ധിക്കുക. കൈൻഡ്ലി ഇൻഡിക്കേറ്റ് മീഡിയം ഓഫ് പേപ്പർ. നമ്മൾ ഇവിടെ ഒരു മീഡിയം ഓഫ് പേപ്പർ ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം. കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെയെങ്കിലും കൊടുത്തതിനകത്തിൽ മിസ്റ്റേക്ക് ഉണ്ടോ. ഓക്കെ, യെസ്, അപ്പൊ അത് കൊടുക്കുക. ഇംഗ്ലീഷ് ആൻഡ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. നമ്മൾ എക്സാമിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മലയാളത്തിന്റെ ഫോണ്ട് ഇച്ചിരൂടെ വലുതാണ്, അപ്പൊ സ്ക്രീനിൽ അതങ്ങ് നിറഞ്ഞു നിൽക്കും. ഓക്കെ, വാലിഡേറ്റ് ചെയ്തപ്പോൾ എല്ലാം സക്സസ്ഫുള്ളി വന്നു. സോ അത് ഓക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്തതിലേക്ക് പോകുക. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ BA ആണെങ്കിൽ BA, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബാച്ചിലർ ഓഫ് സയൻസ് ആണോ, ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ആണോ, എഞ്ചിനീയറിംഗ് ആണോ, ഏതാണോ അത് അതേപോലെ തന്നെ കൊടുക്കുക. നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഏതാണ്, ഇപ്പൊ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഏതാണോ എന്നുള്ളത് കൊടുക്കുക. ഡിഗ്രി എങ്കിൽ ഡിഗ്രി. ഇനി ഡേറ്റ് ഓഫ് പാസിംഗ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്തിലെ ഏതാണ് ഡേറ്റ് എന്നുള്ളത് നോക്കുക, അത് അതേപോലെ തന്നെ കൊടുക്കുക. ഇനി സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരെ, ഇപ്പൊ റിസൾട്ട് വന്നവര് നമ്മുടെ നോട്ടിഫിക്കേഷനകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് 27/6/2024 മുന്നേ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്ന ഡേറ്റ് ഏതാണോ അത് ഇവിടെ കൊടുത്താൽ മതി. ഇനി അതേപോലെ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് കൊടുക്കുക. GPL ആണെന്നുണ്ടെങ്കിൽ അത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണോ GPA പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെ കൺവേർട്ട് ചെയ്യുക. ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് ക്ലാസ് എങ്കിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എങ്കിൽ സെക്കൻഡ് ക്ലാസ്. ഇവിടെ പെർസെൻറ്റേജ് ഇത്ര വേണം എന്ന് RRBക്ക് ഒരു നിർബന്ധവും ഇല്ല. ഇനി PG ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, PG ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വെറുതെ വിട്ടേക്കുക.
വെദർ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ് സെലക്ടഡ് വാസ് സ്റ്റഡീഡ് ഇൻ ദി സ്റ്റാൻഡേർഡ്. അതായത് ഞാനിപ്പോൾ ഇവിടെ കേരളയാണ് കൊടുത്തത്, അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഏതാ? മലയാളം. അത് ഞാൻ എൻ്റെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റിലുണ്ട്, എനിക്ക് എൻ്റെ SLC സർട്ടിഫിക്കറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഇവിടെ വേറൊരു സ്റ്റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ CBSE പഠിച്ചവരുണ്ടാകും, അതിൽ നിങ്ങൾ ചിലപ്പം സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ടാകുക ഹിന്ദി ആയിരിക്കും. അപ്പം നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണില്ല. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതേപോലെ വേറെ സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ളവരും, നിങ്ങളിപ്പം കർണാടക ആണെങ്കിൽ കന്നഡ പഠിച്ചിട്ടില്ലായിരിക്കുമല്ലോ, അപ്പോൾ അതും നോ കൊടുക്കുക. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് LPTക്ക് ഒരു ടൈം ഉണ്ടാകും. ആ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ അത് എന്ത് ചെയ്താൽ മതി? LPTക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഇവിടെ ഞാൻ മലയാളം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ യെസ് എന്ന് കൊടുത്തിട്ട് മലയാളം സെലക്ട് ചെയ്തു. നെക്സ്റ്റ്, ഡു യു ഹാവ് കമ്പ്യൂട്ടർ നോളേജ്? കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടോ? യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടർ നോളേജ് ഉണ്ട്, അപ്പൊ ഉണ്ടല്ലോ ഉറപ്പായിട്ടും, നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യാൻ അറിയാം. അപ്പൊ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി യെസ്, ഇനി ഇഫ് യെസ് ഡീറ്റെയിൽസ് ഓഫ് കമ്പ്യൂട്ടർ നോളേജ്, ജസ്റ്റ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് കൊടുത്താൽ മതി. നമുക്ക് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അത് മാത്രം നിങ്ങൾ കൊടുത്തിരുന്നാൽ മതി. അല്ലാതെ ഇവിടെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾ പ്രസന്റ്ലി വർക്കിംഗ് ആണോ? ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നും ചെയ്യണ്ട. അടുത്തത്, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടോ? പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാ കാറ്റഗറിക്കും ഇല്ല. SC, ST, OBC, മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് അത് കൊടുക്കാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്തത് ജനറൽ ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ യെസ് ഓർ നോ കൊടുക്കാൻ പറ്റാത്തത്. നിങ്ങൾ SC, ST അല്ലെങ്കിൽ OBC, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്, നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ഇഫ് യെസ് എന്നാണെങ്കിൽ സെന്റർ ഫോർ ട്രെയിനിങ് എന്നുള്ളത് എവിടെയാണ് നിങ്ങൾക്ക് സെന്റർ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി വെദർ എനി പ്രോസിക്യൂഷൻ സെന്റൻസ് അഗൈൻസ്റ്റ് യു ഹാസ് ബീൻ അവാർഡഡ് ഫോർ എനി കോർട്ട് ഓഫ് ദി ലോ, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒഫൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം? ഫസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം എന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ടിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? അടുത്ത ലാംഗ്വേജ് നമ്മുടെ മലയാളം, അതിൽ സെലക്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതേഴ്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കൊടുക്കാം. ഓക്കെ, ഇത് എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് ഇവിടെ അറിയാം, അത് അതേപോലെ തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദിയും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വെച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യുക. ഇത് ഓക്കെയാണ്, സോ ഓക്കെ കൊടുത്തിട്ട് നെക്സ്റ്റിലേക്ക് പോകുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് പ്രിഫറൻസ് ആണ്. നമുക്കിവിടെ ഒരൊറ്റ പ്രിഫറൻസേ കൊടുക്കാൻ പറ്റൂ, കേരള ഗ്രാമീൺ ബാങ്ക്. കാരണം ഞാൻ കേരള സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്തത്. നിങ്ങളിപ്പോൾ ഒന്നിലധികം ബാങ്ക് ഉള്ള, ഇപ്പോൾ കർണാടകയൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ബാങ്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് ബാങ്ക് ആണോ അതിനനുസരിച്ചുള്ള പ്രിഫറൻസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്തതിലേക്ക് പോവുക. ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയി കൊടുത്തതിന് ശേഷം നിങ്ങൾ കൊടുത്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്തതിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ ഒരു 2 കോളം എക്സ്ട്രാ ഉണ്ട്. ഐ കൺഫേം ദാറ്റ് മൈ നെയിം ആസ് ഫിൽഡ് ബൈ മീ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോർ എക്സാക്ട്ലി മാച്ചസ് വിത്ത് ദി നെയിം ഇൻ മൈ ID പ്രൂഫ്. നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ID പ്രൂഫിലും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തപ്പോഴും കൊടുത്ത പേര് സെയിം ആണോ? ആണെങ്കിൽ ഇത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ID പ്രൂഫിൽ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ഇത് ക്ലിക്ക് ചെയ്യുക. കഴിവതും മാച്ച് ആയിട്ടുള്ളത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കിക്കുക. I have understood that as per the notification a candidate can apply only for post in officer scale 1. അതായത് ഒന്നെങ്കിൽ ഓഫീസർ സ്കെയിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3, മൂന്നിനും കൂടെ ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് ഓഫീസർ സ്കെയിലിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ക്ലർക്ക് പോസ്റ്റിന്റെ കാര്യമല്ല. എന്നിട്ട് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് പോയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം കറക്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരികയാണ്. ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫീ അടയ്ക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ കൊടുക്കണം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ ലെഫ്റ്റ് തമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടേക്ക് കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓക്കെ കൊടുക്കുക. ഇനിയും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മളുടെ സ്വന്തം കൈയക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലാതെ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെൻ കൊണ്ട് എഴുതിയ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഞാൻ എഴുതിയത് ഞാൻ എൻ്റെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയതാണ്. അത് അതേപോലെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇനി സെക്യൂരിറ്റി കോഡ്, അതായത് ക്യാപ്ച മാർക്ക് ചെയ്യുക.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ്. സോ ഓക്കെ കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുക. ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മളുടെ ഫീ അടയ്ക്കണം. നമ്മുടെ ഫീ നമ്മൾ ക്യാപ്ചയാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഫീ അടച്ചതിന് ശേഷം മാത്രമേ നമ്മളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫുള്ളി സബ്മിറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ റിഫ്രഷ് ഒന്നും ചെയ്യാതിരിക്കുക. നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ വാലറ്റ് അല്ലെങ്കിൽ QR കോഡ് അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് നമുക്ക് ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. ഓൺലൈനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തതിന് ശേഷം യുവർ പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കും. നിങ്ങൾക്ക് ഫീസ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മളുടെ നേരത്തെ കാണിച്ച സൈറ്റിലെ, അതായത് നമ്മൾ വേണ്ട ഇതേപോലെ നമ്മൾ ഓഫീസർ സ്കെയിൽ 1 എന്ന് കാണിച്ച സൈറ്റിൽ വന്നിട്ട് വേണ്ട ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസ് കണ്ടോ, ഈ ലോഗിൻ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പരും ഒക്കെ നിങ്ങളുടെ ഫോണിലും മെയിൽ ID-ലോട്ടും വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പാസ്വേഡ് സഹിതം ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാം. അത് കംപ്ലീറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ആക്കി വെക്കുക. ഇത്രയുമാകുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് തീരും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലർക്കും അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം എല്ലാവരും കൃത്യമായിട്ട് ഒരു തെറ്റ് കൂടാതെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സമയം മാക്സിമം നമ്മളുടെ എനർജി യൂസ് ചെയ്ത് പഠിക്കേണ്ട സമയമാണ്. സോ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.